ഒരു ചായ കുടിക്കേണ്ട പൈസക്ക് ഗോൾഡ് വാങ്ങാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? യെസ് ഗൈസ്, ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഗൈസ്, ഞാൻ നിഖിൽ ലോകൻ. നമ്മൾ ഒരുപാട് പൈസ വെറുതെ കളയുന്നുണ്ട്. ഇതെങ്ങനെ സേവ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിനുവേണ്ടി നമ്മുടെ പ്ലേ സ്റ്റോറിൽ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. ജാർ എന്നാണ് ആപ്ലിക്കേഷൻ്റെ പേര്. ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ബ്രാൻഡ് പ്രൊമോട്ടർ നമ്മുടെ ദുൽഖർ സൽമാനാണ്. അപ്പം ഇതിനകത്ത് നോർമലി ചെയ്യുന്ന പോലെ മിനിമലായിട്ടുള്ള സെറ്റപ്പ് മാത്രമേ ഉള്ളൂ. നേരെ കയറുക, അക്കൗണ്ട് എടുക്കുക. അക്കൗണ്ട് എടുത്തിട്ട് ചെറിയ എമൗണ്ടാണ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് എന്നുണ്ടെങ്കിൽ ചെറിയ എമൗണ്ട് സെറ്റ് ചെയ്യാം. ഇപ്പോൾ 10 രൂപയാണെങ്കിൽ 20 രൂപയാണെങ്കിലും അതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെയിലി നമ്മൾ ആ ഒരു സെറ്റ് ചെയ്ത ടൈമിൽ ഓട്ടോ പേ ആയിട്ട് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് വലിക്കുകയും ഈ ഒരു ജാറിൻ്റെ അക്കൗണ്ടിൽ സേവിങ് ആയിട്ട് വെക്കുകയും ചെയ്യുന്നതാണ്. നമ്മൾ കൊടുക്കുന്ന ഈ ചെറിയ എമൗണ്ട് പോലും ചെറിയ ഗ്രാമുകളായിട്ട് ഗോൾഡായിട്ട് സേവ് ചെയ്യുന്നതാണ്. ഇനി നിങ്ങൾക്ക് അത് വിഡ്രോ ചെയ്യണമെങ്കിൽ പോലും അതിനകത്ത് ഇൻസ്റ്റൻ്റ് ആയിട്ട് വിഡ്രോ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുമാത്രമല്ല, നിങ്ങൾക്ക് ആ ഒരു ഇത് ജ്വല്ലറി ആയിട്ടും അതുപോലെ തന്നെ ഗോൾഡായിട്ടും ഇനി നിങ്ങൾക്ക് ക്യാഷ് ആയിട്ടാണെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ ജാറിൻ്റെ ഇൻ്റർഫേസ്. ഇത് നമുക്ക് ഓട്ടോ പേ ആയിട്ട് സെറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് നിന്ന് ഡെയിലി ചെറിയൊരു എമൗണ്ട് വെച്ച് വലിച്ചിട്ട് നമുക്ക് ഡിജിറ്റലി ഗോൾഡ് വാങ്ങിച്ച് നമ്മുടെ ഫ്യൂച്ചറിൽ നമുക്കിപ്പോൾ ചെറിയ എമൗണ്ടാണ് കൊടുക്കുന്നതെങ്കിൽ പോലും ഒരു കുറച്ച് കാലം കഴിയുമ്പോഴത്തേക്ക് ഇത് വലിയൊരു എമൗണ്ട് ആയിട്ട് മാറും. അപ്പോൾ നിങ്ങൾക്ക് ഭാവിയിൽ ഇത് വളരെ യൂസ്ഫുൾ ആവും. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ജ്വല്ലറി എന്നുള്ള ഓപ്ഷൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഗോൾഡ്, ഡിജിറ്റൽ ഗോൾഡ് നമുക്കിത് പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. നമുക്കത് റിംഗ് ആയിട്ടും കോയിനായിട്ടും ഇയറിംഗ് ആയിട്ടും അങ്ങനെ എങ്ങനെ വേണമെങ്കിലും നമുക്കത് പർച്ചേസ് ചെയ്യാൻ പറ്റും. മാത്രമല്ല, നമുക്കിത് നമ്മുടെ കാർട്ടിൽ ആഡ് ചെയ്ത് സ്വന്തമാക്കാൻ സാധിക്കും. അതുമാത്രമല്ല, നമുക്കിത് സ്കാൻ ആൻഡ് പേ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് ഇതിനകത്തുള്ള നമ്മൾ സേവ് ചെയ്യുന്ന എമൗണ്ട് വെച്ച് നമുക്ക് സ്കാൻ ആൻഡ് പേ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഒരു UPI ആയിട്ട് പോലും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ജാർ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ. പിന്നെ അതിനകത്ത് റിവാർഡ്സിൻ്റെ ഓപ്ഷൻ എടുക്കുകയാണെങ്കിൽ അതിനകത്ത് ഒത്തിരി റിവാർഡ്സ് കാര്യങ്ങൾ കാണാൻ സാധിക്കും. ഡെയിലി അതിനകത്ത് ഒത്തിരി കൂപ്പൺസ് വർത്ത് ആയിട്ടുള്ള സ്പിൻ ദ വീല് അങ്ങനത്തെ കുറേ സാധനങ്ങൾ ഇതാണ്. പിന്നെ 4ാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ട്രാൻസാക്ഷനാണ്. നമുക്ക് ഇതിനകത്ത് നടത്തുന്ന ട്രാൻസാക്ഷൻ്റെ കാര്യങ്ങളെല്ലാം ഇതിനകത്ത് കാണാൻ സാധിക്കും. ഇത്രയാണ് മെയിനായിട്ട് ഈ ഒരു ആപ്ലിക്കേഷനകത്ത് വരുന്നത്. പിന്നെ നമുക്ക് ഇതിനകത്ത് സേവ് മോർ എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് എത്ര രൂപ വേണമെങ്കിലും ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാം. വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലൈവായിട്ടുള്ള ഗോൾഡിൻ്റെ പ്രൈസ് ഇവിടെ മുകളിൽ തന്നെ കാണാൻ സാധിക്കും. നമുക്ക് അതിനകത്ത് ഈ ഒരു ചാർട്ട് കണ്ടോ, ഈ ഒരു ചാർട്ടിനകത്ത് കയറുവാണെങ്കിൽ നമുക്ക് ഗോൾഡിൻ്റെ റേറ്റ് കുറയുമ്പോഴും കൂടുമ്പോഴും ഒക്കെ കറക്റ്റായിട്ട് മനസ്സിലാവും. കുറയുന്ന സമയത്താണെങ്കിൽ സ്പെഷ്യലായിട്ട് നമുക്ക് നോട്ടിഫിക്കേഷൻ നമ്മുടെ ഫോണിൽ ലഭിക്കുന്നതാണ്. ഇങ്ങനെ കുറയുന്ന സമയത്ത് നമ്മൾ കുറച്ച് പൈസ അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്ത് ഗോൾഡ് വാങ്ങിച്ചിടുവാണെങ്കിൽ, ഡിജിറ്റൽ ഗോൾഡ് വാങ്ങിച്ചിടുവാണെങ്കിൽ നമുക്കത് വില കൂടുന്ന സമയത്ത് ഒന്നെങ്കിൽ സെയിൽ ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ നമ്മുടെ ഫ്യൂച്ചറിലേക്ക് അതൊരു ഇൻവെസ്റ്റ്മെൻ്റായിട്ട് അങ്ങനെ കിടക്കും. പിന്നെ ഗൈസ്, ഇതെങ്ങനെ വിഡ്രോ ചെയ്യാമെന്ന് കാണിക്കാം. അതിനുവേണ്ടി നമ്മുടെ വിഡ്രോ എന്ന് പറഞ്ഞ ഓപ്ഷൻ മെയിൻ സ്ക്രീനിൽ തന്നെ എനേബിൾഡ് ആണ്. അതിനകത്ത് നമുക്ക് മുകളിൽ വിഡ്രോ സെറ്റിങ്സ് കാണാൻ സാധിക്കും. അതിൽ നമുക്ക് ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യാം. ഒന്നെങ്കിൽ നമുക്ക് UPI ആയിട്ട് കൊടുക്കാം, നമ്മുടെ ഫോൺ പേ, പേടിഎം, ഗൂഗിൾ പേ ഇങ്ങനെയുള്ള എന്തിൽ വേണമെങ്കിലും കൊടുക്കാൻ സാധിക്കും. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ ഓട്ടോ പേ എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ വൺസ് നമ്മുടെ അക്കൗണ്ടിലേക്ക് ഓട്ടോ പേ എമൗണ്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് ചെറിയൊരു ഗ്യാപ്പ് ഡ്യൂറേഷൻ ഉണ്ട്. ആ ഒരു ഡ്യൂറേഷൻ കഴിഞ്ഞിട്ടേ നമുക്കത് വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളിപ്പോൾ ഒരു 100 രൂപ ഇട്ടുണ്ടെങ്കിൽ അതിനകത്ത് നമ്മുടെ സെക്യൂരിറ്റി ഇതിനായിട്ട് ഒരു 50 രൂപ ചിലപ്പം അതിനകത്ത് ടൈം പീരീഡിൽ കിടപ്പുണ്ടാവും. ബാക്കി 50 രൂപ വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ. എന്നാൽ 24 hours കഴിയുകയാണെങ്കിൽ നമുക്കത് ഫുള്ളായിട്ട് വിഡ്രോ ചെയ്യാൻ സാധിക്കും. ഇങ്ങനെയാണ് ഇതിൻ്റെ മെട്രിക്സ് വർക്ക് ചെയ്യുന്നത്. പിന്നെ നമുക്ക് അതിൻ്റെ താഴെ തന്നെ പ്യുവർ ഗോൾഡ് ആൻഡ് സിൽവർ കോയിൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. ജ്വല്ലറി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. ഞാൻ ഇതിനകത്തുനിന്ന് വിഡ്രോ ചെയ്തേക്കുന്ന ട്രാൻസാക്ഷൻ ഹിസ്റ്ററി ഒന്ന് കാണിച്ചു തരാം. ഞാൻ അതിനകത്ത് എമൗണ്ട് ഇടുന്നുണ്ട്, വലിക്കുന്നുണ്ട്. എൻ്റെ കയ്യിൽ പൈസ ഇല്ലാന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ ജാറിൽ കയറി വലിക്കും. ഇതിനകത്ത് തന്നെ നമുക്ക് ഗോൾഡ് സേവിങ്സിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാൻ സാധിക്കും. കറക്റ്റായിട്ട് നമുക്ക് എത്ര രൂപ അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തു, എത്ര രൂപ റിട്ടേൺ കിട്ടുന്നുണ്ട്, എത്ര ബാലൻസ് ഉണ്ട്, എല്ലാ സാധനവും അതിനകത്ത് കാണാൻ സാധിക്കും. അപ്പം ഇനിയും പറ ഗൈസ്, നമ്മൾ വെറുതെ പൈസ ആകുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ അതൊരു വലിയൊരു കാര്യമായിരിക്കും. അപ്പം നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് വഴി കയറുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നേടാൻ സാധിക്കും. പിന്നെ ജോയിനിങ് ബോണസ് അതിനകത്ത് എനേബിൾഡ് ആണ്. അപ്പം ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കയറുവാണെങ്കിൽ ബെറ്റർ ആയിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേരെ. അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് നിങ്ങളുടെ പേജിലേക്ക് എത്താൻ വേണ്ടി ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ഇറ്റ്സ് മീ നിഖിൽ സൈനിങ് ഓഫ്. ബൈ.